10ാം തരം അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഏകോദര സോദരർ നാം. യൂണിറ്റിലെ പാഠഭാഗങ്ങളുടെ ആശയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന തലക്കെട്ടാണിത്. നാം ഒക്കെയും ഒരമ്മയുടെ ഉദരത്തിൽ പിറന്ന മക്കളാണെന്ന് വ്യക്തം. മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിൽ ഇത്തരം ഒരാശയം കാണാൻ കഴിയും. ഏകോദര സോദരർ നാം എല്ലാ ജീവികളും ലോകപടത്തിൽ തമ്മിലിണങ്ങിടും പോതപ്രോതങ്ങൾ അടുത്തു നിൽപ്പോരനുജരെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ വാക്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമാണ് എൻ്റെ മാതൃക എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഭരണഘടനയുടെ കരുത്തും അതുതന്നെയാണ്. മാറ്റം എന്നത് ഒരു നിശ്ചിത സ്ഥലത്തോ ആളുകളിലോ ഒതുങ്ങേണ്ടതല്ല. പുരോഗമനപരമായ മാറ്റം എല്ലായിടത്തും എല്ലാവരിലും എത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പുലർന്നാലേ ഒരു സമൂഹം പുരോഗമനപരമാവും. ഇത്തരം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരും ഇത് അനുഭവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുകയും അതിനായി പ്രവർത്തിക്കുകയും വേണം. വിഷുക്കണി എന്ന പാഠഭാഗത്തിന് മുൻപായി കൊടുത്തിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കാം. എത്ര വലിയ പൂട്ടിട്ട വാതിലും അക്ഷരം കൊണ്ട് തുറക്കുന്നവർ അവരവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു. പൂട്ട് എന്നത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. എന്നാൽ എത്ര വലിയ പൂട്ട് തന്നെയായാലും അക്ഷരമാകുന്ന വെളിച്ചം കൊണ്ട് അത് തുറക്കാൻ കഴിയും. ആ വെളിച്ചത്തിൽ പുതിയ കാഴ്ചകൾ, പുതിയ ലോകം രൂപപ്പെടും. ശ്രീ എന്ന തൂലികാനാമത്തിൽ എഴുതി തുടങ്ങിയ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ശ്രദ്ധേയമായ കവിതയാണ് വിഷുക്കണി. കേരളീയമായ അംശങ്ങൾ സ്വീകരിക്കുന്ന മറ്റ് കവികളിൽ നിന്ന് വ്യത്യസ്തമായി കേരളീയ പ്രകൃതിയുടെ കേവല സൗന്ദര്യമല്ല, മണ്ണും മനുഷ്യനും ചേരുമ്പോൾ പൂർണ്ണമാകുന്ന സമഗ്ര സൗന്ദര്യമാണ് അദ്ദേഹത്തിന് പ്രിയങ്കരം. വളരെ അനായാസമെന്ന് തോന്നിക്കുന്ന രചനാശൈലി വൈലോപ്പിള്ളി കവിതയുടെ പ്രത്യേകതയാണ്. അർത്ഥാലങ്കാരങ്ങളും ശബ്ദാലങ്കാരങ്ങളും നിഷ്കർഷയോടെ എടുത്ത് ഉപയോഗിക്കുമെങ്കിലും അതൊരിക്കലും യാന്ത്രികമായി ഉപയോഗിക്കുന്നവയല്ല, വളരെ സ്വാഭാവികമായി വന്ന് ഭവിക്കുന്നവയായി അനുഭവപ്പെടുന്നു. ഇനി നമുക്ക് വിഷുക്കണി എന്ന കവിത വായിച്ച് അതിൻ്റെ ആശയതലം മനസ്സിലാക്കാം. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ടാ, തായ തൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയൂടെ നടന്നേൻ മന്ദം മന്ദം. കണ്ണുകളിറുക്കി ഞാനടച്ചിടിലും പെട്ടെന്നെന്തു കഷ്ടമാണറിയാതവ തുറന്നുപോയി. കൂരുരുൾ ചുറ്റും വെട്ടമെന്നിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിനങ്ങേ പുറം. കണ്ണടച്ചു ഞാൻ നീങ്ങി, കൺ തുറന്നു ഞാൻ, കണി കണ്ടു ഞാൻ, കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം. പാഠഭാഗത്തിൻ്റെ ആശയം വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആശയം ലളിതമെങ്കിലും ഈ കവിത മുന്നോട്ട് വയ്ക്കുന്ന ആശയം വളരെ ഗൗരവമുള്ളതാണ്. വിഷുവിന് കണി കാണുക എന്നുള്ളത് നമ്മൾ ഇന്നും തുടർന്നു പോരുന്നുണ്ട്. ഒരു വർഷത്തെ ഫലം മുഴുവൻ ഈ കണി കാണലിലൂടെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കവിയുടെ അമ്മ കവിയുടെ കുട്ടിക്കാലത്ത് കണി കാണുവാനായി സ്നേഹത്തോടെ തന്നെ വിളിക്കുന്നതായി കവി പറയുന്നു. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ട്, കനിവ് സ്നേഹം, വിളിക്കുക, ഓതുക, പറയുക, വിളിക്കുക. കണി കാണുവാനായി അമ്മ വിളിക്കുന്നു. സത്യത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ പതുക്കെ സ്നേഹത്തോടെയാണ് വിളിച്ചുണർത്തേണ്ടത്. കാരണം ഒരു ദിവസത്തെ മുഴുവൻ ഊർജം ആ ഉണരലിലാണ് ലഭിക്കുന്നത്. അല്ലയോ കുട്ട, കൺതുറക്കാതെ കണി കാണുവാൻ വരിക. വിഷുവിന് നാം ആദ്യം കാണേണ്ടത് കണി തന്നെയാണ്. അതുകൊണ്ടാണ് കൺതുറക്കാതെ മറ്റൊന്നും കാണാതെ വരാൻ പറയുന്നത്. തായതൻ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് എന്നും പരിചയമുള്ള തറയിലൂടെ, നൽത്തറയിലൂടെ പതുക്കെ പതുക്കെ താൻ നടന്നു.
കണ്ണുകൾ ഇറുക്കിയാണ് നടന്നതെങ്കിലും പെട്ടെന്ന് അവ അറിയാതെ തുറന്നുപോയി. ഇതാർക്കും സംഭവിക്കാവുന്ന സ്വാഭാവികമായ ഒരവസ്ഥയാണ്. ഇവിടെ കവിക്കും അതുതന്നെയാണ് സംഭവിച്ചത്. ഇങ്ങനെ കൺതുറന്നപ്പോൾ കണ്ടതാകട്ടെ, ജനലിന് അങ്ങേപ്പുറത്ത് കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു. ഗ്രാമത്തിലെ സാധാരണക്കാരുടെ വീടുകളാണ്. അവിടെ വിഷുവില്ല, ആഘോഷമില്ല. ആഘോഷം സന്തോഷമാണല്ലോ, ഇതൊരു വെളിച്ചവുമാണ്. കണ്ണടച്ചു തന്നെ ഞാൻ മുന്നോട്ട് നീങ്ങി. കൺതുറന്നു നോക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന കമനീയമായ മനോഹരമായ ശില്പമാണ് കാണുന്നത്. തുടർന്നുള്ള വരികൾ വായിച്ച് അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാം. വെള്ളി പോൽ വിളങ്ങുന്നൊരോട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നുടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമച്ചെപ്പും ഐശ്വര്യമഹാറാണിക്കരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്കു വശം പണ്ടേ. കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാൺകെ പൂത്തിരി കത്തിച്ചു ഞാൻ അടുത്തുമകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. ഈ വരികളുടെ ആശയം നമുക്ക് മനസ്സിലാക്കാം. താൻ നോക്കുമ്പോൾ അവിടെ വെള്ളി പോലെ വിളങ്ങുന്ന ഒരു ഓട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാമുറികളും തിരികളും കൊന്നയും പൊന്നും സ്വർണം ചാർത്തിച്ചിരിക്കുന്ന മഹാലക്ഷ്മി തന്നുടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമച്ചെപ്പും ഇങ്ങനെ ആനന്ദം പകരുന്ന കാഴ്ചകൾ. ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങ് ചമയ്ക്കുവാൻ അമ്മയ്ക്ക് പണ്ടു മുതൽക്കേ നല്ല വശമാണ്. അങ്ങനെ കണി കണ്ട ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു. അനുജത്തിമാർ കാൺകെ പൂത്തിരി കത്തിച്ചു. അടുത്തും അകലത്തുമായി നാടിനെ ഉണർത്തുന്ന പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. അതായത് എവിടെയും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. സമൃദ്ധിയുടെ ദേവതയാണല്ലോ മഹാലക്ഷ്മി. തുടർന്നുള്ള വരികളുടെ ആശയം നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും കണി കാണും മുമ്പ് തുറന്നിട്ടോ തിങ്ങിടുമിരുട്ടിലാണൻ കരളന്നേരത്തും എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീയുൾ നാട്ടിലൻ ചങ്ങാതിമാർ തൻ ഗേഹമിപ്പോഴും ഇരുട്ടിൽ താൻ. ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണിയുരുളിതൻ ചുറ്റിലിത്തിരിവട്ടം ഞങ്ങൾ തൻ മനസ്സിലും ക്ലാവേഴും വാൽക്കണ്ണാടി ചേർത്തു വച്ചൈശ്വര്യത്തിൻ ദേവതേ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. നീയുദാരതയുടെ പര്യായം വിയർപ്പു നീരാഴിയിൽ പിറന്നൃതി മഴ പോൽ വർഷിക്കുമ്പോൾ. ഇത്രയും വരികളുടെ ആശയം നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൻ്റെ മനസ്സിൽ ഒരു ദുഃഖം നിറഞ്ഞു നിൽക്കുന്നു. തിങ്ങിടും ഇരുട്ടിലാണൻ കരൾ അന്നേരത്തും എന്നാണ് പറയുന്നത്. അതിന് കാരണമായി തോന്നുന്നതാകട്ടെ താൻ കണി കാണുന്നതിന് മുമ്പ് കൺതുറന്നിട്ടാണോ എന്നുള്ളതാണ്. ഇരുൾ നിറഞ്ഞ ഗ്രാമത്തെ കണ്ടത് ഇവിടെ ഓർക്കാൻ കഴിയും. എവിടെയെങ്കിലും വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു സത്യം തിരിച്ചറിയുന്നു. തൻ്റെ ചുറ്റുവട്ടത്തുള്ള ചങ്ങാതിമാരുടെ വീടുകൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. സന്തോഷിക്കാൻ അവസരമുണ്ടായിട്ടും മറ്റുള്ളവരെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്ന മനസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് കൂടി അറിയുമ്പോഴാണല്ലോ നാം യഥാർത്ഥ മനുഷ്യരാകുന്നത്. ഈ തറവാട്ടിൻ കെട്ടിൽ കണിവച്ചിരിക്കുന്ന ഉരുളിതൻ ചുറ്റിലും തെളിയുന്ന വെളിച്ചം മനസ്സിലുമുള്ളതായി കവി അറിയുന്നു. ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടി ചേർത്ത് വച്ച് അല്ലയോ ഐശ്വര്യദേവതേ നിന്നെ ഞങ്ങൾ തരം താഴ്ത്തുകയല്ല. ഓട്ടുപാത്രങ്ങൾ വളരെ കാലം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ക്ലാവ്, ഇവിടെ ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടിയാണ്. അല്ലയോ ഐശ്വര്യദേവതേ നീ ഉദാരതയുടെ പര്യായമാണ്. വിയർപ്പു നീരാഴിയിൽ പിറന്ന ഋദ്ധി ഐശ്വര്യമാണ്. ഐശ്വര്യം മഴ പോലെ വർഷിക്കുകയാണ്.
അധ്വാനിക്കുന്നവർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവളാണ് മഹാലക്ഷ്മി. തുടർന്നുള്ള വരികളുടെ ആശയം നമുക്ക് മനസ്സിലാക്കാം. നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീയെരിവെയിലിൽ കായ്കനി തൂങ്ങും കൊമ്പിലൂയലാടിയും പുന്നൽ പായ്കളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം. എങ്ങനെയൊതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലേ തുറക്കുന്ന കൺകളെ തഴുകിയിടും. ചിരിക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയിങ്കൽ ദരിദ്രക്കേകും പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ എൻ മനം കൊതിക്കയാം ചളിയിൽ സരോരുക പൊന്മലരുകൾ പോലീ പാഴിരുൾ പരപ്പിങ്കൽ. വീടുതോറുമേ കണിനിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. കണി കാൺമതിൻ മുമ്പേ കൺതുറന്നിട്ടാവാം ഞാനിനിയാ പുലർകാലം വരെയും അസംതൃപ്തൻ. ഇനി ആശയം മനസ്സിലാക്കാം. നീയാകട്ടെ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്ത് തീ പോലെയുള്ള എരിവെയിലിൽ കായ്കനി തൂങ്ങുന്ന കൊമ്പിൽ ഊയലാടിയും പുന്നൽ പായ്കളിൽ നൃത്തം ചെയ്തും കീർത്തിയേകുന്ന പുരാപുണ്യമാണ്. ഈ ചെറിയ വട്ടത്തിൽ ഒതുങ്ങാനുള്ളതല്ല ഈ പുരാപുണ്യം. അല്ലയോ മഹാലക്ഷ്മി, എങ്ങനെ ഒതുങ്ങും നീ ധനികരുടെ ഈ ചെറുവട്ടത്തിൽ എന്നാണ് കവി ചോദിക്കുന്നത്. ധനികരുടെ വീട്ടിൽ തെളിയുന്ന ആഘോഷത്തിലേക്ക് ദരിദ്രർക്കേകുന്ന പിച്ചക്കൈനീട്ട വെള്ളിക്കാശിൽ എങ്ങനെയാണ് നീ വരിക? ചെളിയിൽ വിരിയുന്ന താമര പോലെ പാഴിരുൾ പരപ്പിങ്കൽ വീടുതോറുമേ കണിനിരന്നിട്ടതിൽ വിളയാടുമോ? എല്ലാവർക്കും അന്നപൂർണയായ ദേവി. താമര ചെളിയിലാണല്ലോ വിരിയുന്നത്. ചെളിയിലാണെങ്കിലും താമര മനോഹരവും എല്ലാവർക്കും ഇഷ്ടവുമാണ്. അതുപോലെ സാധാരണക്കാരിലേക്കും എത്തിച്ചേർന്ന് അവിടെ താമര പോലെ ഐശ്വര്യം വിളയിക്കുമോ? എല്ലാവരിലും ഒന്നുപോലെ എത്തിച്ചേർന്ന് ഐശ്വര്യം വിതറുമ്പോൾ മാത്രമേ സന്തോഷത്തിന് വകയുള്ളൂ. കണി കാണുന്നതിന് മുമ്പ് കൺതുറന്നത് കൊണ്ടാവാം, അതായത് താൻ കണ്ട കാഴ്ചയെ, സാധാരണക്കാരുടെ അവസ്ഥയെ കവി ഇവിടെ ഓർത്തെടുക്കുകയാണ്. എല്ലാവർക്കും തുല്യമായ ഐശ്വര്യം വരുന്നതുവരെ ഞാൻ അസംതൃപ്തനായിരിക്കും എന്നാണ് കവി പറയുന്നത്. ഇതാണ് കവിതയുടെ ആശയം. തുടർന്ന് കവിതയുടെ ചോദ്യങ്ങളും ഉത്തരവും മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ആശംസകൾ.